2011 ഒരു ഇൻ്റർവ്യൂ എടുത്തു കഴിഞ്ഞാൽ ഞാനത് പറയുന്നുണ്ട്. യൂട്യൂബിൽ നിന്ന് ഇട്ടാൽ പൈസ കിട്ടും. അപ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്നുണ്ട്, ഒരിക്കലുമല്ല, യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടില്ല. ഇന്ന് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ചിരി വരും. ഞാൻ പറഞ്ഞു, ചേട്ടാ അതിന് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞു ശരിയല്ല, 2011 വരെ സത്യം പറഞ്ഞാൽ യൂട്യൂബ് ഫ്രീ ആണെന്ന് വിശ്വസിച്ച മഹാന്മാരാണ് ഇവർ. അപ്പം ഞാൻ പറഞ്ഞു അത് ഇങ്ങനല്ല. അപ്പോൾ അവിടുന്ന് പറഞ്ഞാണേ, അത് ഇന്നായിട്ടൊന്ന് കമ്പയർ ചെയ്യണം. പിന്നെ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് നല്ല ബുദ്ധി ഉണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് സോഷ്യൽ മീഡിയയുടെ കാലമാണ്. 2011 പറഞ്ഞത്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് നല്ല തെളിഞ്ഞ ബുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പൈസ ഉണ്ടാക്കാം. അപ്പോൾ ഓപ്പോസിറ്റിൽ ഇരിക്കുന്നവർ ചിലപ്പോൾ മറ്റുള്ള ഫാൻസുകാരോ എനിക്കറിയില്ല, വാട്ടവർ. അപ്പോൾ അവർ പറഞ്ഞു സിനിമ തിയേറ്ററിന് മാത്രമാണ് കളക്ഷൻ. എൻ്റെ ഓപ്പോസിറ്റിലുള്ളവരെന്ന് പറഞ്ഞതാണ്. സോഷ്യൽ മീഡിയ അത് ചില ആളുകൾ എന്തോ ചെയ്യുന്നു, തിയേറ്റർ അല്ലാതെ എവിടെ നിന്നും പൈസ കിട്ടൂല അന്ന് പറഞ്ഞതാ. ഇന്ന് 2023 പല സംവിധായകരും എടുത്തോ, ഞങ്ങളുടെ സിനിമ തിയേറ്ററിലൊന്നല്ല റിലീസ്. അപ്പോൾ എവിടെയാണ് അത്? OTT, യൂട്യൂബ് സംതിങ്. അപ്പോൾ ഇവരൊരു അല്ല പടം ഇറങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് പൈസ കിട്ടി. ഇതൊക്കെ 2011 സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞ കാര്യമാണ്, തെളിയിച്ചാ. അപ്പോൾ ഇവർ പറയും അതെങ്ങനെയാണ്? അല്ലാതെ ഈ OTT പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അപ്പം നിങ്ങളൊരു നിശ്ചിത പൈസയ്ക്ക് കാണുമ്പോൾ ഒരു പൈസ ഞങ്ങൾക്ക് കിട്ടും, അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ എടുത്താൽ. ചേട്ടാ ഇത് തന്നെയല്ലേ യൂട്യൂബ് അന്ന് പറഞ്ഞത്? അതെന്താ പറഞ്ഞത്? നിങ്ങളൊരു പാട്ട് കാണുമ്പോൾ യൂട്യൂബ് മുതലാളി അയാളെ വീട്ടിൽ നിന്നല്ല നിങ്ങൾക്ക് തരുന്നത്, അതിലൊരു പരസ്യം ഇടുന്നുണ്ട്. അയാൾ ഒരു 3 രൂപയാണ് ഒരു പരസ്യത്തിൻ്റെ വാങ്ങുന്നു വിചാരിച്ചോ. അയാൾ എന്ത് ചെയ്യും? അത് 5 പൈസ, അല്ല നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറയാണ്, 5 പൈസ നിങ്ങൾക്ക് തരും. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ 1,00,000 ആളുകൾ, കാരണം പരസ്യത്തിൻ്റെ ശൈലിയെല്ലാം മാറി. ഇവിടെയുള്ളവർക്ക് ഇവർ പരമ്പരാഗത രീതിയിൽ ചിന്തിച്ചതാണ്. ശരിക്കും പറഞ്ഞാൽ സന്തോഷ് പണ്ഡിറ്റ് ഇവരും തമ്മിലുള്ള പ്രശ്നം വെച്ചാൽ സന്തോഷ് പണ്ഡിറ്റ് അപ്ഡേറ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ കണ്ടു, ഇവർ പരമ്പരാഗതമായി കണ്ടു. ഓരോ കാര്യം ഇവരെങ്ങനെ കണ്ടെന്നുള്ളത് അത് ഇന്ന് നിങ്ങൾക്ക് അന്നത്തെ വീഡിയോ ഇന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും സന്തോഷം, അന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞത് ശരിയാണ്. ഇവർ പരമ്പരാഗതമായി വിശ്വസിച്ച കാര്യം വെച്ച് കഴിഞ്ഞാൽ സിനിമയിൽ നിന്ന് വരുമാനം എന്ന് പറഞ്ഞാൽ തിയേറ്റർ മാത്രം. ഞാൻ ഒരു തെറ്റ് നല്ലട്ടോ പറയുന്നത്, ഒരു അപ്ഡേറ്റ് ആവാത്തതിൻ്റെ പ്രശ്നമാണ്. തിയേറ്ററിന് മാത്രം. സോഷ്യൽ മീഡിയ അതെന്തോന്ന് ആരോ എന്തോ. ഇപ്പം നമ്മൾ AI അല്ല ആ രീതിയൊക്കെ പറയുമ്പോൾ നമ്മളില്ലേ അതിങ്ങനെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്തോന്ന് ഇപ്പം നമ്മൾ ചോദിക്കുന്നുണ്ട്. അതിന് സ്കോപ്പ് അറിയാത്തതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. ഇതേപോലെ 2011 ചോദിച്ചതാണ് സോഷ്യൽ മീഡിയയിൽ സ്കോപ്പില്ല. നിങ്ങൾ പറയുന്ന യൂട്യൂബൊക്കെ ഫ്രീ ആണ്, സന്തോഷ് പണ്ഡിറ്റ് ഇവിടെ ഇരുന്ന് തള്ളുകയാണെന്നാണ് പറഞ്ഞത്. കാരണം ആ അനുഭവം ആർക്കും ഉണ്ടായിരുന്നില്ല. അന്ന് വരെ ചെയ്തിരുന്നത് നെഗറ്റീവിലാണ് സിനിമ എടുത്തത്. ചിന്തിക്കണം. അപ്പോഴാണ് ഞാൻ പറയുന്നത്, ചേട്ടാ ഇപ്പോഴത്തെ പല ക്യാമറയിലും ഡിജിറ്റലി ചെയ്യാം. ഞാൻ പറയുന്ന ഈ ഡിജിറ്റൽ എന്ന് പറയുന്ന വാക്കേ 2011 ഉൾക്കൊള്ളാൻ പറ്റുന്ന ആളുകളുണ്ട്. എൻ്റെ മുന്നിലിരുന്ന പല ടീമിനകത്ത് ഉൾക്കൊള്ളാൻ പറ്റിയിരുന്നില്ല. ഞാൻ പറഞ്ഞു ഈ ക്യാമറ നിങ്ങൾ ഏത് ക്യാമറയിലാണ് ചെയ്ത്? ഇയാളെ ഓരോ ലോക്കൽ ക്യാമറ. ഞാൻ പറഞ്ഞു ചേട്ടാ ഈ ക്യാമറേൻ്റെ വലുപ്പമല്ല പ്രശ്നം, ഡിജിറ്റൽ വരുന്ന ക്യാമറകൾ ചെറുതായിരിക്കും. ഞാൻ പറഞ്ഞു ശരിയല്ല, അത് ഇന്ന് എല്ലാവർക്കും മനസ്സിലാവും, അത് അന്ന് മനസ്സിലാവില്ല. ഇവർ വിചാരിച്ചു വെച്ചോ ക്യാമറ എന്നൊക്കെ പറഞ്ഞില്ല, ഇയാൾ ലോക്കൽ ക്യാമറ എടുത്ത് ഓരോ കളി കളിക്കുന്നത്. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, അതിൽ യഥാർത്ഥത്തിൽ അതിലെ പല ക്യാമറയും സ്റ്റിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അതിലൊരു ഓപ്ഷനാണ് വീഡിയോയും എടുക്കാം. ഈ ഓപ്ഷനെ ഡെവലപ്പ് ചെയ്തിട്ടാണ് ഈ സന്തോഷ് പണ്ഡിറ്റ് ഈ ഗെയിം മൊത്തം ഇരുന്ന് കളിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ ഒരു 30 ലക്ഷത്തിൻ്റെ എങ്കിലും നെഗറ്റീവ് വാങ്ങുമ്പോൾ ഒരു ക്യാമറ വാങ്ങിച്ചാൽ പോലെ ചങ്ങന്മാർ പൈസ ലാഭമല്ലേ എന്ന് ചോദിച്ചു. ഇത് ഇവിടെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇവർ പറഞ്ഞത് പരസ്യം എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ന്യൂസ് പേപ്പറുകളിൽ കൊടുക്കുന്നതാണ് പരസ്യം. ലാഭം എന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ നിന്ന് കിട്ടുന്നതാണ്. ഞാൻ പറഞ്ഞു പരസ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിൽ കൊടുക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ഇതല്ല, നിങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലാണ് ഇതിൻ്റെ പരസ്യം. അതൊക്കെ പഴയ ഇൻ്റർവ്യൂ നോക്കുമ്പോൾ എന്നിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഈ ഫേസ്ബുക്ക് പോലുള്ള ഒരു നല്ല നിങ്ങളുടെ നായകൻ ഒരു ഫേസ്ബുക്ക് ഉണ്ടാവും, ഒരു 50 ലക്ഷം ആളുകളുണ്ടെങ്കിൽ 1 രൂപയുടെ ആവശ്യമില്ല. ഇന്ന് മുതൽ എൻ്റെ പടം ഇറങ്ങി എന്ന് പറഞ്ഞിട്ടാ പോരെ, നിങ്ങൾ പറഞ്ഞത് കിട്ടും. പക്ഷേ അത് ഉൾക്കൊള്ളാൻ അന്ന് പറ്റിയിട്ടില്ല ആളുകൾക്ക്. പിന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ അന്ന് പിന്നെ ട്വിറ്റർ തോന്നുന്നില്ലല്ലോ, പിന്നെ സോഷ്യൽ മീഡിയ ആയിട്ട് കളിക്കുകയാണോ ഇയാളെന്തോ പറഞ്ഞത്. കാരണം അതും ജിയോ വന്നതിൻ്റെ ശേഷമാണ് സോഷ്യൽ മീഡിയ പറയുമ്പോൾ മുഴുവൻ പറയണം. പക്ഷെ അതൊക്കെ അടുത്ത സ്റ്റേജ് അതാണെന്ന് മനസ്സിലാക്കാനുള്ളത് ഇല്ലാതെ പോയതാണ്. പക്ഷേ സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞ രീതിയിലേക്ക് ഇപ്പോൾ വന്നപ്പോൾ എന്തായി? ഇപ്പോൾ OTT എന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങൾ ഇപ്പോൾ ഒരു തിയേറ്ററിൽ റിലീസ് ചെയ്യാതെ OTT ഇറക്കുമ്പോൾ ഞാൻ 100% OTT അംഗീകരിക്കുന്നില്ല, അത് ഇതാണ് എതിർക്കുന്നില്ല. പക്ഷേ OTTയിലേക്ക് വരുമ്പോഴുള്ള ലാഭം എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരമ്പരാഗത ശൈലി മൊത്തം ഒഴിഞ്ഞു. കാരണം നമ്മൾ പോസ്റ്റർ അടിക്കണം. വളരെ സത്യസന്ധമായി പറഞ്ഞാൽ ഏറ്റവും കുറച്ച് നിങ്ങളൊരു കുഞ്ഞു പടം എടുത്തു 10 സെൻറ്ററിൽ ഇറക്കുന്നെങ്കിലും
നിങ്ങൾക്ക് അവിടെ പോയിട്ട് നിങ്ങൾ തമിഴ്നാട് പോയിട്ട് ഒരു പോസ്റ്റർ അടിക്കാൻ പോകുമ്പോൾ ചേട്ടാ 10 സെൻറ്ററേ ഉള്ളൂ, ചേട്ടൻ ഒരു 20 പോസ്റ്റർ ഇതാ, അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പം ഓരോ ഷീറ്റ് അല്ലെങ്കിൽ ഇങ്ങനെ വരുമ്പോൾ മിനിമം 1000, അല്ലാതെ 20 എനിക്ക് സെൻറ്റർ കിട്ടിയിട്ടില്ല, നിങ്ങൾക്ക് സെൻറ്റർ കിട്ടിയെന്ന് ഞങ്ങളെ വിശ്വസിപ്പെടുന്നില്ല. ഇവിടെ ഇത് ചെയ്യാൻ ഞാൻ പറഞ്ഞു മനസ്സിലായി. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു 4 ലക്ഷം രൂപയെങ്കിലും വേണം, അനുഭവം വെച്ച് പറയുന്ന, മനസ്സിലായില്ലേ? ഈ പൈസ ലാഭിക്കാം. അതിപ്പോൾ വലിയ സിനിമകളാണെങ്കിൽ 40 ലക്ഷം രൂപയെങ്കിലും വേണ്ടി വരും, ചിന്തിക്കണം. അപ്പോൾ നിങ്ങൾ OTT പോവുകയാണെങ്കിൽ ഈ പൈസ ലാഭമുണ്ട്, പിന്നെ ഈ പത്രം ലാഭം ഇതൊക്കെ വന്നു. ബാക്കിയെല്ലാം ഈ എടുക്കുന്ന OTT-കാരൻ ഒരു PR-നെയും വെച്ച് അത്യാവശ്യം പരസ്യമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറേ ഇത് ലാഭിക്കാം. പക്ഷേ ഈ OTT-യുടെയോ സോഷ്യൽ അല്ല, അപ്പോൾ അവിടെ കാര്യങ്ങളൊക്കെ മനസ്സിലായി. യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടും. യൂട്യൂബ് മാത്രമല്ല, ഫേസ്ബുക്കിൽ നിന്ന് പൈസ കിട്ടും. അന്ന് ഞാൻ ഫേസ്ബുക്ക് പറഞ്ഞപ്പോഴും പലരും പറഞ്ഞു അയ്യോ ഇതൊക്കെ തള്ളാണ്, ഫേസ്ബുക്കിൽ നിന്ന് കിട്ടില്ല. ഇപ്പോഴും എനിക്ക് തോന്നുന്നില്ല എല്ലാ നടന്മാരും ഇപ്പോഴും ഫേസ്ബുക്കിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. അവർക്ക് അതിൻ്റെ പൈസ ആവശ്യമില്ല. പക്ഷെ ഞാൻ പറയുന്നത് ഈ ഫേസ്ബുക്കിൽ നിന്നും പൈസ കിട്ടും, ഇൻസ്റ്റയിൽ നിന്ന് കിട്ടും. ഇതൊന്ന് ഇവിടുത്തെ പ്രശ്നം ഈ OTT വന്നപ്പോൾ നിങ്ങളുടെ ഉത്തരത്തിലേക്ക് ഞാൻ വരുന്നത്, ഈ OTT വരുമ്പോൾ എന്ത് സംഭവിക്കും? ഇപ്പോഴത്തെ സന്തോഷ് പണ്ഡിറ്റ് ഏറ്റവും പുതിയ പ്രഡിക്ഷൻ എന്നല്ല, ഈ OTT പോകുന്നത് ശരിക്കും ഇപ്പോൾ ഇവർക്ക് ലാഭമാണെങ്കിൽ ഭാവിയിൽ നഷ്ടമാണ് പറയുന്നു. ഞാനിത് അടുത്ത് ആ OTT വന്ന സമയത്ത് ഞാനൊരു ടീമിനോട് പറഞ്ഞു. പക്ഷെ ഇപ്പോൾ വീണ്ടും തിയേറ്ററൊക്കെ അടച്ചിടുന്നു എന്ന് പറഞ്ഞപ്പോൾ ചിലർ പറഞ്ഞു, സന്തോഷേട്ടൻ പണ്ട് പറഞ്ഞു പണ്ട് അത് അവിടെ ഇവിടെയൊക്കെ ഇടുന്നുണ്ട്. സന്തോഷ് പണ്ഡിറ്റ് OTT വന്ന അന്ന് ഈ OTT കുറിച്ച് പറഞ്ഞത് നോക്കുമെന്ന്. അന്ന് ഞാൻ പറഞ്ഞത് ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ പടം 25 കോടിക്ക് എടുക്കുകയാണ്, OTT-കാരന് ഭയങ്കര ലാഭം. ഞാൻ പറഞ്ഞു എന്തോന്ന് ലാഭം, OTT-കാരന് 25 കോടി പോയി. ആളുകൾക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞു OTT എങ്ങനെയാണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സബ്സ്ക്രിപ്ഷനിലൂടെയാണ് അവർ ജീവിച്ചു പോകുന്നത്. അപ്പോൾ ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ ഒരു പടം എടുക്കുമ്പോൾ അപ്പോൾ അവർ കരുതുന്നതാണ് കൂടുതൽ ആൾക്കാർ ഈ സിനിമ കാണാൻ വേണ്ടി, ഈ പുതിയ പ്ലാറ്റ്ഫോമാണ് ആളുകളൊക്കെ മനസ്സിലാക്കി വരുന്നുള്ളൂ, സബ്സ്ക്രൈബായിട്ട് വരികയാണെങ്കിൽ അല്ലെങ്കിൽ 1500 രൂപ വെച്ചിട്ട് 1 ലക്ഷം ആളെന്ന് പറഞ്ഞാൽ വലിയ പൈസയാണ്. പക്ഷേ ഈ സിനിമ എടുക്കുന്നതിലൂടെ ഇത്രയും പേര് സബ്സ്ക്രൈബ് ചെയ്യണം. നടൻ്റെ പേര് പറയുന്നില്ല, ഒരു വലിയ ഒരു സെക്കൻഡ് ഗ്രേഡ് നടൻ, ഫസ്റ്റ് ഗ്രേഡ് നടനല്ല, സെക്കൻഡ് ഗ്രേഡ് നടൻ്റെ ഒരു സിനിമ അവരെടുത്തു ഉണ്ടായതാണ്. ഒരു സബ്സ്ക്രൈബർ പോലും അയാൾക്ക് കൂടിയില്ല. അയാൾ 1 കോടിക്കേറ്റം എടുത്താണ്, അയാൾക്ക് മൊത്തം നഷ്ടമാണെന്ന്. അത് അവരെ ഇന്നറിലെ ടോക്കാണ് ഞാൻ പറയുന്നത്. അപ്പോൾ പുറമേ നോക്കുമ്പോൾ 1 കോടിക്കെടുത്തു അല്ലെങ്കിൽ 2 കോടിക്കെടുത്തു. ഇപ്പോഴത്തെ പൊതുജനങ്ങൾ മനസ്സിലാക്കുക ഈ എത്ര കോടിക്കെടുത്ത് ആ പൈസയൊക്കെ നഷ്ടമാണ്. അയാൾക്ക് വേണ്ടത് ആ സിനിമ എടുത്തു എന്നതുകൊണ്ടൊരു സബ്സ്ക്രൈബർ വരണം. ഇതുകൊണ്ടാണ് ഇവിടെ പല ആളുകൾ OTT-കാരനെടുക്കുന്ന സിനിമ ചെയ്യുമ്പോൾ പുതുതായിട്ട് എടുക്കുന്ന ആളുകളോട് ഞാൻ പറയാണ്, നിങ്ങളുടെ സിനിമ സാധനത്തിൽ ആരും എടുക്കാൻ പോകുന്നില്ല കേട്ടോ. കാരണം സ്റ്റാറുകളുടെ സിനിമയ്ക്കല്ലേ അങ്ങനെ ഒരു പ്രാന്തായിട്ട് നമ്മൾ എടുക്കുകയുള്ളൂ, സബ്സ്ക്രൈബ് ചെയ്യുള്ളൂ. അത് 1500 രൂപ എടുത്തിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ. അപ്പം ആ രീതിയിൽ നടക്കില്ല. അതുകൊണ്ടാണ് അധികം ഫേമസ് അല്ലാത്ത ആരുടെയും സിനിമ OTT പൈസ കൊടുത്തെടുക്കാത്തത്. ഇനിയെങ്കിലും മനഃശാസ്ത്രം മനസ്സിലാക്കണം. ഇപ്പോൾ കാരണം നമ്മൾ ഈ പരിപാടി കാണുന്ന ആളുകളൊക്കെ പലരും ഇത് ചെയ്യുന്നുണ്ടാവും. 60-40 എന്ന് പറഞ്ഞിട്ട് ഉള്ള അവർ പറയും ഓക്കെ ഞങ്ങളെ മികച്ച സിനിമ ആയിക്കോട്ടെ, മികച്ച സിനിമയാണ് സമ്മതിച്ചു. എത്ര പേര് കാണുന്നോ 60-40, 100 ആളാ കണ്ടെങ്കിൽ 100 ആൾ 6000 രൂപ നിങ്ങൾക്ക് തരും, 10,000 രൂപ കിട്ടി, ഒരു ടിക്കറ്റ് ചാർജ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് പോകുന്നത്. പക്ഷേ ഈ OTT അപ്പം നമ്മൾ സാധാരണ ഇത് ചിന്തിക്കുമ്പോൾ OTTക്ക് കുഴപ്പമില്ല. പക്ഷേ എവിടെയാണ് പണി കിട്ടുക? ഈ സൂപ്പർ താരങ്ങൾ, വലിയ താരങ്ങൾ തങ്ങളുടെ സിനിമ ഇതിലേക്ക് കൊടുക്കുമ്പോൾ ഈ സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മളെ ABCD എന്ന് പറഞ്ഞൊരു സാധനമാണ്, അന്ന് ABCD കാണാനല്ലേ എന്ന് വിചാരിക്കും. ഇങ്ങനെ വരുമ്പോൾ ഈ സിനിമാ സംസ്കാരം ഇവിടെ മാറും. ഇതാണ് OTT വന്ന അന്ന് ഞാൻ കൊടുത്തൊരു ഇൻ്റർവ്യൂ നിങ്ങൾക്ക് കണ്ടാൽ ഞാൻ പറയും OTT നിങ്ങൾക്ക് പണിയാണ്, നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല എടുക്കുന്നത്. അപ്പോൾ എന്നെ ഇൻ്റർവ്യൂ ചെയ്ത ആൾ ചോദിച്ചു ഇത് ഓക്കെ ഇതിലിപ്പോൾ എന്താ പ്രശ്നം? ഞാൻ പറഞ്ഞു ഇതിലാ പ്രശ്നമുണ്ട്, ഇവിടുത്തെ തിയേറ്ററുകൾ അടച്ചുകൂട്ടിപ്പോ. സിനിമാ സംസ്കാരം എന്ന് പറയുന്നത് നമ്മൾ പൊതുവിൽ സിനിമ എന്ന് മനസ്സിലാക്കുന്നത് തിയേറ്ററിൽ പോയി കാണുക, മനസ്സിലായില്ലേ? അത് ഈ സോഷ്യൽ മീഡിയ വരുന്നതിന് അതാണ് എൻ്റെ മുന്നിലിരുന്ന ആളുകൾ അന്ന് പറഞ്ഞ് തെറ്റെന്ന് പറയുന്നില്ല, അവർക്ക് അതിനെക്കുറിച്ച് അപ്ഡേറ്റ് അല്ലാത്തതുകൊണ്ടാണ്. അവർ പറഞ്ഞത് കറക്റ്റാണ്. സിനിമ എന്ന് പറയുമ്പോൾ അവർ നെഗറ്റീവാണ്. ഒരു സിനിമ എന്ന് പറഞ്ഞാൽ അതിലൊരു പാട്ട് എന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ പോയി കാണുന്നു, നല്ല പാട്ടില്ലേ, നല്ല സിനിമ അല്ലേ എന്നാണ് കാണുന്നു. അതാ ഞാൻ പറഞ്ഞത് ഇത് ഇങ്ങനെ അല്ലട്ടോ വരാൻ പോകുന്നതെന്ന് അന്ന് പറഞ്ഞത്. ഈ OTT വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? സംസ്കാരം മാറും. അപ്പം നമ്മൾ വിചാരിക്കും, അല്ലെങ്കിൽ തന്നെ ഇപ്പോഴത്തെ ടിക്കറ്റിൻ്റെ പൈസയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ 4 ആളുകൾ തന്നെ ആലോചിച്ച് നോക്കും, ഭാര്യയും ഭർത്താവ് 2 മക്കൾ അവിടെ പോയി അവിടുത്തെ ഓരോ സാധനങ്ങളുടെ വിലയൊന്നും ഞാൻ പറയുന്നില്ല, അല്ല അവിടുത്തെ ചെറിയ സാധനങ്ങൾക്ക് കൊടുക്കേണ്ട. അപ്പോൾ ഇത്രയും കഴിഞ്ഞ് ശരിക്കും പറഞ്ഞാൽ 1000 ഒരു 1500 രൂപയോളം നമുക്ക്, അല്ല ഇപ്പം വളരെ റെഡിമെയ്ഡ് ആയിട്ടല്ലോ, അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ. ഇത്രയും പൈസ നമ്മൾ കാണുമ്പോൾ ഈ ഒരു സിനിമ കാണുന്ന പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്താൽ മതിയല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കും.
മാത്രമല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നടൻ്റെ സിനിമകൾ ഇങ്ങനെ ബാക്ക് ടു ബാക്ക്, ഒരു സൂപ്പർ ഹിറ്റ് സിനിമ, ഞാൻ സിനിമേൻ്റെ പേര് പറയുന്നില്ല, നന്നായി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ OTT-യിലേക്ക് വന്നു. അപ്പോൾ എന്തായി? അപ്പോൾ അതിൻ്റെ തലേ ദിവസം കണ്ടോ വിചാരിക്കും, ഞാൻ ഇപ്പം എന്തിനു പോയി കണ്ടു, ഇതിൽ കണ്ടാൽ പോയി. ഇങ്ങനെ വരുമ്പോൾ ഇതാണ് സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞത്, OTT വന്നാൽ തിയേറ്ററിൽ പോകുന്ന സംസ്കാരം മാറും, തിയേറ്ററുകൾ അടച്ചുപൂട്ടി പോവും. മനസ്സിലാക്കണം, മിനിമം 10-20 ആളില്ലാതൊരു സിനിമ ചെയ്യാനാവില്ല. ഇതിലും വെച്ചൊരു പെട്ടിപ്പീടി ഇടുന്നതാണ് അയാൾക്ക് ലാഭം. ഇത്രയും ടൗൺ ഏരിയയിൽ ചെയ്യുമ്പോൾ ഓരോരുത്തരുടെ മാനസികാവസ്ഥയാണ് ഞാൻ പറയുന്നത്. ഒരു പെട്ടിപ്പീടി ഇട്ടിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരാൾ അവിടെ നിന്ന് വാങ്ങിച്ചു പോകും. ഒരു തിയേറ്ററാണ് ടൗൺ ഏരിയയിൽ, പക്ഷേ ഒരു 10 ആളെങ്കിലും വരണ്ടേ? 2-3 ആൾ വരും, ചിലപ്പോൾ ഒരാളും വരില്ല. പുതിയ സിനിമകൾ ഒരു ഷോ പോലും നടത്താതെ പോകുന്നത് അവരെങ്ങനെ സർവൈവ് ചെയ്യും? ഗതി കെട്ടി ഇവിടുത്തെ നല്ലൊരു ശതമാനം തിയേറ്ററുകൾ അടച്ചുപൂട്ടും ഈ OTT കാരണം.